ഹായ്, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽസ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് പുതിയൊരു വീഡിയോ കൊണ്ടാണ്. അപ്പോൾ ഓണത്തിൻ്റെ ആഘോഷങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോർമൽ മോഡിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഗിവ് എവേയുടെ കാര്യങ്ങൾ പറയാം. ഗിവ് എവേയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വലിയ പേപ്പറിലൊക്കെ ആട്ടോ ഇത് കൊണ്ട് നിൽക്കുന്നത്. കാരണം ഒരുപാട് പേരുണ്ട്. അതായത് 2, 3 അങ്ങനെ ഒരുപാട് പേരുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അവർക്കൊന്നും എന്താ പറയുക, അതിൽ കൂടുതലും അവരുടെ ഒന്നും പേരെടുത്ത് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസൻ്റ്ലി ഏറ്റവും കൂടുതൽ ലൈക്കുകളുടെ പേരുകൾ ഉള്ളവരുടെ പേരാണ് ഇപ്പോൾ പറയുന്നത്. ഇനി മാറി മറിഞ്ഞ് വരാം. ഒക്ടോബർ 26 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ഒക്ടോബർ 26 വരെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം കമൻറ്റ് ചെയ്യുക. ലൈക്കുകൾ കമൻറ്റ് ചെയ്തതിലേക്ക് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ മേടിക്കാൻ നോക്കുക. അപ്പോൾ അവർ അങ്ങനെ മേടിച്ചവരുടെ ഒരു 5-6 പേരുടെ പേരാണ് ഇപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത്. അനു ZZ 11. ഇപ്പോൾ ഇതുവരെ 2 വീഡിയോയും കൂടെ ഇട്ട് ചേർത്തിട്ടുള്ള ലൈക്കുകളുടെ നമ്പറാണ് കേട്ടോ പറയുന്നത്. അനു ZZ 11, ആയിഷ താജ് 9, ദി ക്രൈസി ഷെഫ് 19, ഡോണി എബ്രാഹിം 14, അനു റഞ്ചി 17, റുക്സാന S 18. അങ്ങനെ ഇത്രയും പേരാണ് ഏറ്റവും കൂടുതൽ. ഒരു 9 മുകളിലുള്ളവരുടെ പേരാണ്, ഒരു 10-9 ആ ഒരു റേഞ്ചിൻ്റെ മുകളിലുള്ള ആൾക്കാരുടെ പേരാണ് ഇപ്പോൾ വായിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. ലൗലി സിസ്റ്റേഴ്സ്, മൗസിന N, ഫാത്തിമ കിച്ചൻ 7-8, ഫർസീം പാജു വ്ളോഗ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പേര് എല്ലാവരുടെയും ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഇനിയിപ്പോൾ അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾ കമൻറ്റുകൾ മേടിക്കുകയാണെങ്കിൽ അത് 1-2 ലൈക്കുകളൊക്കെ കൂടുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുക നിങ്ങളുടെ വീഡിയോസിന് കമൻ്റ് ഇടുന്ന മാക്സിമം ലൈക്കുകൾ മേടിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഗിവ് എവേയുടെ കാര്യങ്ങൾ. പിന്നെ ഇന്നത്തെ വീഡിയോനെ പറ്റി പറയാം. ഇന്നത്തെ വീഡിയോനെ പറ്റിയിട്ട് ഫ്രഷ് ഫ്ലവർ കൊണ്ട് ഒരു ബ്രൈഡൽ ബൊക്കെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഫ്രഷ് ഫ്ലവർ കൊണ്ട് ഈസിയാണ്, വളരെ ഈസിയാണ്. വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഫ്രഷ് ഫ്ലവർ ആകുമ്പോൾ അറേഞ്ച് ചെയ്യാനും വളരെ എളുപ്പമാണ്. പിന്നെ അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ലിസ്റ്റോണ്. അതിൽ 3 ഫ്രഷ് ഫ്ലവറാണ് യൂസ് ചെയ്തേക്കുന്നത്. 2 ഫ്രഷ് ഫ്ലവറാണ് യൂസ് ചെയ്തേക്കുന്നത്. റോസ് ഫ്ലവറും ലിസ്റ്റോണും. ആ വെള്ള തരിതരി പോലെയുള്ള ആ പൂവിൻ്റെ പേരാണ് ലിസ്റ്റോൺ. അപ്പോൾ അത് ഇച്ചിരി എമൗണ്ട് കൂടുതലാണ്. എന്തായാലും ചെയ്യാൻ പറ്റും. പിന്നെ പൂവ് വാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാവേ. അതായത് ഈ പാരസെറ്റമോളിലിട്ട് വെക്കുന്നത് ഒരു 3-4 ദിവസത്തേക്ക് വാടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രഷ് ഫ്ലവർ ബ്രൈഡൽ ബൊക്കയുടെ കാര്യം കേട്ടോ. കാരണം ബ്രൈഡൽ ബൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഓയാസിസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളമായിട്ട് കോണ്ടാക്റ്റ് വരാത്തൊരു ഇതാണല്ലോ, അത് നമ്മൾ കൈ പിടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് പാരസെറ്റമോളിലൊന്ന് മുക്കി വെക്കുക. ഒരു 5-6 മണിക്കൂർ ഒരു ബക്കറ്റ് വെള്ളത്തിൽ പാരസെറ്റമോൾ ഒരു സ്ട്രിപ്പ് ഒരു 600 ഇതിൻ്റെ ഒരു ഇതിട്ടിട്ട് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ ബ്രൈഡൽ ബൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേന്നൊക്കെയാണ് കല്യാണമെങ്കിലും ഒരു 2 ദിവസം വരെ വാടാതിരിക്കും. റോസ് ഫ്ലവർ ആണെങ്കിലും ലിസ്റ്റോൺ ആണെങ്കിലും ഇനിയിപ്പോൾ ജർബറയാണോ അല്ലെങ്കിൽ ലില്ലിയാണോ എന്ത് തന്നെ ആയാലും ഒരു 2-3 ദിവസത്തേക്ക് വാടാതിരിക്കും. പിന്നെ അതുപോലെ പണ്ട് പഞ്ചസാര ഉപയോഗിച്ചിട്ടായിരുന്നു പഞ്ചസാരയിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഇനി ഒരുപാട് ടിപ്പുകൾ എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക എന്നോട് കമൻറ്റിലൂടെ. അതുപോലെ തന്നെ ശബ്ദത്തിൻ്റെ കാര്യം ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു മൈക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സൗണ്ട് കൂടുതൽ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പിന്നെന്താ പറയാനുള്ളത്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം.
അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രഷ് ഫ്ലവർ കൊണ്ട് നമ്മൾ ബൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഞാനൊരു രാത്രിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിനാണ് കൂടുതൽ വെളിച്ചത്തിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ ഇച്ചിരി ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഇങ്ങനത്തെ വീഡിയോ ഒന്ന് ചെയ്ത് തരുമോ ചേച്ചി, അങ്ങനെ പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരുപാട് തന്നെ നിങ്ങളുടെ കമൻറ്റ് തന്നെ ഒരുപാട് പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. അതൊരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനു മുൻപ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് ഇത്രയധികം കമൻറ്റുകൾ തന്നിട്ടില്ല. അത് സത്യം തന്നെയാണ്. ഈ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തതോട് കൂടിയിട്ടാണ് ഇത്രയും കമൻറ്റുകൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഈ കമൻറ്റുകളിൽ ഒരുപാട് ഇപ്പോൾ മുന്നത്തെ വീഡിയോസിൽ തന്നെ കമൻറ്റുകൾ കിട്ടിയപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആനക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പിന്നെ കുരുത്തോലയുടെ ഉള്ളത്, അങ്ങനെ ഒരുപാട് പേര് കമൻറ്റുകൾ ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ തോന്നും. അപ്പോൾ ആ വീഡിയോസിലുള്ള പോസിറ്റീവ് എന്തൊക്കെയാണ്, അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം എന്നങ്ങനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെയായാലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ഇടാം. ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ടിട്ടു എന്ന് വിചാരിച്ചിട്ട് കമൻറ്റുകളുടെ ലൈക്കുകളുടെ എണ്ണം കുറയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ പറഞ്ഞാലും അതിന് ലൈക്കുകൾ തരിക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനതെന്തായാലും ഒരു പോസിറ്റീവ് മൈൻഡിലേ എടുക്കത്തുള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങളാരും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കരുത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവരൊക്കെ ഒരു ഒക്ടോബർ 26 വരെയാണല്ലോ ഗിവ് അവേ ഉള്ളത്. അപ്പോൾ അതിന് ശേഷവും നിങ്ങൾ കമൻറ്റുകൾ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ ഒരു റിക്വസ്റ്റാണ് എൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അതായത് എനിക്ക് എന്തെങ്കിലും ഫോൾട്ടുകളോ ഇല്ലെങ്കിൽ റൈറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. ഇതൊരു റിക്വസ്റ്റായിട്ട് എടുക്കണം. പിന്നെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെയും വീഡിയോകളൊക്കെ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റയിൽ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തത് ഇനി അങ്ങോട്ടും സപ്പോർട്ട് വേണം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ ബൈ.